ഒന്നാമത്തെ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ അന്ന് സംഭവിച്ചിട്ടുണ്ടാവുക ഇങ്ങനൊരു കാര്യമായിരിക്കും. ശരി, ഇങ്ങനൊരു കാര്യമായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഡിറ്റക്റ്റീവ് കരൺചന്ദ്, അതാണ് ഇപ്പൊ അവന്റെ പേര്. പക്ഷെ അതിന് കാരണമായിട്ടുള്ള ആ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന സമയം അതെനിക്ക് കുറച്ച് വലിച്ചിലായിട്ട് ഫീൽ ചെയ്തു. അപ്പൊ അതിന്റെ പെരുമാറ്റത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. അപ്പൊ രോഗാശേഷം മാറി. ഇത് രോഗമൊന്നും അല്ലായിരുന്നു, ഒരുതരം മാനസിക വിഭ്രാന്തി. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ്, അതുമായി ബന്ധപ്പെട്ട എൻ്റെ വിഷമങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അവതരിപ്പിക്കപ്പെടുന്ന പല രംഗങ്ങളുണ്ട്. പക്ഷെ ആ രംഗങ്ങളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലൊരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ടുണ്ട്. ഒരു തട്ടുകടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു ചായ തരുമോ എന്ന് ചോദിക്കുന്ന ലാഘവത്തോടെയാണ് പല കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് വൈസ്. അതുപോലെ തന്നെ ആ സ്റ്റോറിയിൽ നമുക്കൊരു ഇമോഷണൽ കണക്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു ബോണ്ടിങ് ഉണ്ടാവുമല്ലോ. അയ്യോ ആ കുട്ടി, അയ്യോ അവരങ്ങനെ ചെയ്ത്, അവരുടെ ഒരു കഷ്ടപ്പാട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ എലമെന്റുകളൊന്നും അവിടെ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. വിവരവും വിവേകവും ഇല്ലാത്തവനാണേ, അതെനിക്ക് മനസ്സിലായിരിക്കണു. അതുകൊണ്ട് തന്നെ അതും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു വലിച്ചിഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എടാ, ഇതൊരു കലാമൂല്യമുള്ളൊരു സ്ഥാപനമല്ലേ, ഇവിടെ നിൽക്കുന്നവന് കുറച്ചെങ്കിലും കലാവാസന വേണ്ടേ? ശോഭയെ പോലെ എന്നൊരു വാക്ക് അതിൽ കമൽ സാർ പറയുന്ന ഡയലോഗിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പാരിസൺ ശോഭനയെ പോലെ, ഉർവശിയെ പോലെ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവരെ അറിയാവുന്ന പുതിയ ജനറേഷനിലുള്ള ആളുകളുണ്ട്, അങ്ങനെയൊന്നും കമ്പയർ ചെയ്യരുതെന്ന് അവർ ചിലപ്പോൾ പറയുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ശോഭ എന്ന് പറയുന്ന പേര് അവിടെ ആഡ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ശോഭ ഫാൻസ് വളരെയധികം അസ്വസ്ഥരാവും അത് കേൾക്കും. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. പിന്നെ ഇതിനകത്ത് എനിക്ക് വല്ലാത്തൊരു സംഭവമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ അതൊരു കോമഡി പരിപാടിയാണ്. ഒരു ക്രൈം സീനിൽ നിന്ന് കിട്ടിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ്, ആരാണ് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു എവിഡൻസ് ഒരു പോലീസുകാരൻ ഇങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുക. ഭഗവാനെ, ഇതൊക്കെ എന്തായാലും പാവം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ. നമ്മൾ ഈ കേസ് ക്രൈം അന്വേഷണമെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒരു സാധാരണ പ്രേക്ഷകൻ കാണുമ്പോൾ അതിലൊരു ഇമോഷണൽ സാധനം അവർ കൊണ്ടുവരാൻ ശ്രമിച്ചതാണെന്ന് തോന്നിയേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. നെഗറ്റീവ് ഗ്രൂപ്പാണ്.